അല്ല, ഇത് നമ്മൾ വളരുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണെന്നേ. ഇത്ര നാൾ ഇന്ത്യയിലെ വന്ന് ആക്രമിച്ചിട്ടില്ല, എന്തുകൊണ്ട് ഇപ്പോൾ വന്ന് ആക്രമിക്കുന്നു? മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ. ഇപ്പോൾ ഒരു നെഗറ്റീവ് ന്യൂസ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഓൾറെഡി അവരൊരു ബോംബ് പൊട്ടിച്ച് റിസൾട്ട് ഉണ്ടാക്കിയതാണല്ലോ, വീണ്ടും ഒരു ബോംബ് പൊട്ടിച്ചാൽ എന്തായാലും കുറേ ആൾക്കാർ പാനിക്കാകുകയും മാർക്കറ്റ് ക്രാഷ് കിട്ടുകയും ഷോർട്ട് സെല്ലിങ്ങിൽ നിന്ന് ഹ്യൂജ് ലാഭം ഉണ്ടാക്കാം എന്നുള്ള ഒരു ചെറിയ ഐഡിയയിലായിരിക്കും അവർ ഈ തവണ വന്നിരിക്കുന്നത്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഉൾപ്പെടെയുള്ള എല്ലാത്തിൻ്റെയും ഫ്യൂച്ചേഴ്സിനെ ഷോർട്ട് ചെയ്യുന്നു. അദാനി സ്റ്റോക്കിൻ്റെ ഫ്യൂച്ചേഴ്സിനെ ഷോർട്ട് ചെയ്യുന്നു. എന്നിട്ട് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നു. എത്ര പ്രോഫിറ്റ് ആയിരിക്കും അവരുണ്ടാക്കിയിട്ടുണ്ടാവുക ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന്? എത്ര സിമ്പിളാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലാഭം ഉണ്ടാക്കാൻ നമ്മൾ ആലോചിച്ച് നോക്ക്. നാഷണൽ മീഡിയയിലും എന്തിന് നമ്മുടെ മലയാളം മീഡിയകളിൽ പോലും ഇന്ന് ഫുൾ ന്യൂസ് ഹിൻഡൻബർഗിനെ കുറിച്ചിട്ടാണ്. സംതിങ് ബിഗ് സൂൺ ഇന്ത്യ എന്ന് ഹിൻഡൻബർഗ് ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും അടുത്ത ബിഗ് ഇവൻറ്റ് ഇന്ത്യയിലോട്ട് അവർ കൊണ്ടുവരാൻ പോകുന്നത്, ആരെക്കുറിച്ചിട്ടുള്ള റിപ്പോർട്ടായിരിക്കും എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. കഴിഞ്ഞ വർഷം അവരുടെ ഒരൊറ്റ ന്യൂസിൽ $86 മില്യൺ ഡൗൺഫാളാണ് അദാനി സ്റ്റോക്കുകളിൽ മാത്രം ഉണ്ടായത്, എല്ലാ കമ്പനികളിലും. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് നമ്മൾ മാർക്കറ്റിന് മുമ്പിൽ ഇരിക്കുന്നു ജനുവരി സമയത്ത്, ഒരു ഡിസംബർ ലാസ്റ്റ്, ജനുവരി 24 ആണ് കറക്റ്റ് ഡേറ്റ് ആണല്ലേ, ജനുവരി 24. യെസ്. അപ്പം ഹിൻബർഗിൻ്റെ ഈ റിപ്പോർട്ട് വരുന്നു. ആൻഡ് മാർക്കറ്റ് അങ്ങോട്ട് ഇടിയാണ്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് എൻ്റെ പുട്ട് ബൈ എന്തുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഓപ്ഷൻ ട്രേഡേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു സമയത്ത് നല്ല പൈസ നല്ലതാണ്. നമ്മളത് കഴിഞ്ഞ പോഡ്കാസ്റ്റ് പറഞ്ഞപ്പോൾ നല്ല തകർപ്പൻ കമന്റുകളാണ്. നമ്മൾ കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കുന്നവരാണ്, ഓപ്ഷൻ ട്രേഡേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത്. ഉറപ്പാണ് ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ. എന്തുകൊണ്ട് ഇന്ത്യനെ എഗെയിൻ ഹിൻഡൻബർഗ് ടാർഗറ്റ് ചെയ്യുന്നു? US ബേസ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് സെല്ലിംഗ് ഏജൻസിയാണ് ഹിൻഡൻബർഗ്. കഴിഞ്ഞ തവണ അദാനിനെയാണ് ടാർഗറ്റ് ചെയ്തത്. അദാനിക്കെതിരെയുള്ള എല്ലാ അലിഗേഷൻസിനെയും ചേർത്ത് ഒരൊറ്റ റിപ്പോർട്ടായിട്ട് പബ്ലിഷ് ചെയ്യുകയും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ഒന്ന് പിടിച്ച് കുലുക്കാനും അവർക്ക് സാധിച്ചിരുന്നു. ആ ഒരു കേസ് ഇന്നും US നടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അദാനി സ്റ്റോക്കുകൾ ഭയങ്കരമായിട്ട് കയറി നിന്ന സമയത്ത്, എനിക്ക് തോന്നുന്നു അദാനി ലോക കോടീശ്വരിൽ ഒന്നാമതായി നിന്ന സമയത്താണ് ഹിൻബർഗ് ഇങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക അദാനി സ്റ്റോക്ക് ഇല്ലാത്ത ഒരു റീറ്റെയിലേഴ്സിന്റെ പോർട്ട്ഫോളിയോ അന്ന് ഉണ്ടായിരുന്നില്ല. 400 അദാനി സ്റ്റോക്സ് 900 to 800 പക്ഷേ നമ്മുടെ ഒന്നും അദാനി സ്റ്റോക്ക് സുനിൽ ആ ഒരു സമയത്ത് പറയുമായിരുന്നു, അതായത് എന്താണ് അദാനിയിൽ സംഭവിക്കണമെന്ന് അറിയുന്നില്ല, ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടും എന്തുകൊണ്ടാണ് അദാനി സ്റ്റോക്കുകൾ കയറുന്നത് എന്നുള്ള ആശങ്ക. അദാനി വെൽത്ത് ക്രിയേറ്റർ ആണ്. അദാനി വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിലാണ് ബിസിനസ് ചെയ്യുന്നത്. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റ് പെർസ്പെക്റ്റീവിൽ അന്ന് എനിക്കത് ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഗവൺമെന്റുമായിട്ട് അത്രയ്ക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു സമയത്ത് അങ്ങനെയുള്ള കമ്പനികൾ നമ്മൾ പേടിക്കണം. കാരണം ഗവൺമെന്റുമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഉരസൽ വന്നാൽ തീർന്ന് ഇടപാടുന്നു. അദാനിയിൽ അതൊന്നും വരാൻ പോകുന്നില്ല. എന്നാൽ കഴിഞ്ഞ തവണ വന്ന അലിഗേഷൻ കേസ് നടക്കുന്നുണ്ട്. കേസ് US കോടതികളിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ലോയർ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം, ഇന്ത്യൻ കമ്പനികൾക്കെതിരെ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ഉണ്ടാക്കാനായിട്ട് അമേരിക്ക ബേസ് ചെയ്തിട്ടുള്ള ചൈനീസ് ബിസിനസ്സുകാരാണ് അദാനിനെ, ഹിൻഡൻബർഗിനെ ഹെൽപ്പ് ചെയ്തതും അദാനിക്കെതിരെ റിപ്പോർട്ട്സ് ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്തത് എന്നുള്ളൊരു റിപ്പോർട്ട് ഇതിൻ്റെ പിന്നിലുള്ളത്. മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരുടെ ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെഡ്ജ് ഫണ്ട് മാനേജറായിട്ടുള്ള മാർക്ക് കിങ്ഡൺ ആണ് ഈ ഒരു റിപ്പോർട്ട്സ് ഹിൻഡൻബർഗിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയത്. അദ്ദേഹം കിങ്ഡൺ ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ റിസർച്ച് അനലിസ്റ്റും ഫൗണ്ടറൊക്കെയാണ്. അപ്പോൾ ഇദ്ദേഹമാണ് ഹിൻഡൻബർഗിന് വേണ്ടി റിപ്പോർട്ട്സൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും ട്രേഡ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അതിനു മുൻപേ അവർ കൊഡാക് മഹീന്ദ്ര ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നൊരു സ്ഥാപനം ഉണ്ടാക്കുകയാണ്. ഇവരൊരു ഇന്ത്യയിലെ ഒരു ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ വേറെ ചെറിയ FPIs രജിസ്റ്റർ ചെയ്യുന്നു. ഈ FPIസും ഈ കൊഡാക് മഹീന്ദ്ര ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡൊക്കെ എന്താ ഈ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് അദാനി സ്റ്റോക്കുകളെ ലാർജായിട്ട് ഷോർട്ട് ചെയ്യുന്നു. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഉൾപ്പെടെയുള്ള എല്ലാത്തിൻ്റെയും ഫ്യൂച്ചേഴ്സിനെ ഷോർട്ട് ചെയ്യുന്നു. അദാനി സ്റ്റോക്കുകളുടെ ഫ്യൂച്ചേഴ്സിനെ ഷോർട്ട് ചെയ്യുന്നു. എന്നിട്ട് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നു. എത്ര പ്രോഫിറ്റ് ആയിരിക്കും അവരുണ്ടാക്കിയിട്ടുണ്ടാവുക ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന്? എത്ര സിമ്പിളാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലാഭം ഉണ്ടാക്കാൻ നമ്മൾ ആലോചിച്ച് നോക്ക്. അതായത് ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യുന്ന ഒരു കമ്പനീനെ വെച്ചുകൊണ്ട് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുകയും അതിൽ കണ്ണടച്ച് ഷോർട്ട് ചെയ്ത്, അതായത് ഒരു കമ്പനി ഒരു FPI ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്ററായിട്ട് രജിസ്റ്റർ ചെയ്ത് അവർ കൊണ്ടുവരുന്ന മുഴുവൻ പൈസയും 95% മണീനെയും അദാനി സ്റ്റോക്കിനെ ഷോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു, ഫ്യൂച്ചേഴ്സിനെ ഷോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. അങ്ങനെ ചെയ്യാനേ പാടില്ല, നിയമപരമായിട്ട് തന്നെ തെറ്റാണ്. അവരത് ഉപയോഗിച്ചു.
അപ്പോൾ ഇതിനെയൊക്കെ ഹിൻഡൻബർഗിന് നിയമപരമായിട്ട് നേരിടേണ്ട ഒരു അവസ്ഥയുണ്ട്. റീസെൻറ്റ് ടൈമിൽ ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട്സ് അല്ലെങ്കിൽ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന സ്ഥാപനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇത് 2017 നദൻ ആൻഡേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി സ്ഥാപിച്ചാണ്. ഇദ്ദേഹം ഈ ഇത്തരത്തിലുള്ള അലിഗേഷൻസ് നടക്കുന്ന കമ്പനികളെക്കുറിച്ച് പഠിച്ച് ആ കമ്പനികളുടെ റിപ്പോർട്ട്സ് പുറത്തുവിട്ട് ആ കമ്പനികളുടെ സ്റ്റോക്കുകൾ ഷോർട്ട് ചെയ്തുകൊണ്ട് ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനമാണ്. വലിയ ലാഭമാണ് അവർ ഉണ്ടാകുന്നത്. അന്വേഷണാത്മകമായിട്ടുള്ള റിപ്പോർട്ട്സാണ് ഇവർ പലപ്പോഴും പുറത്തുവിടുക. വളരെ ആഴത്തിലുള്ള വളരെ വലിയ റിപ്പോർട്ട്സ് പല കമ്പനികളെ കുറിച്ചിട്ടും ഇവർ പുറത്തുവിട്ടിട്ടുണ്ട്. പല കമ്പനികളുടെയും നാശത്തിലോട്ട് ഇത് മുന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2020 ഇവർ നിക്കോള എന്ന് പറയുന്നൊരു കമ്പനിക്കെതിരെ ഒരു വലിയ റിപ്പോർട്ട് ഇടുകയും ആ കമ്പനിയുടെ വാല്യുവേഷൻ ഭയങ്കരമായിട്ട് ഇടുകയും കമ്പനിയുടെ ഓണർ വരെയും സ്ഥാപകൻ വരെ രാജിവെച്ച ആ കമ്പനിയിൽ നിന്ന് പുറത്തു പോകേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്ലോബലി ഇവർക്ക് വലിയൊരു സ്വാധീനമുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആക്രമിക്കുന്ന മൊത്തം വലിയ വലിയ കോർപ്പറേറ്റുകളെയാണ്. അപ്പോൾ നമുക്കറിയാം കോർപ്പറേറ്റുകളൊന്നും മിണ്ടാതിരിക്കില്ല, അദാനിയൊക്കെ മിണ്ടാതിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അദാനിയൊക്കെ വലിയ മാനനഷ്ട കേസാണ് ഇവർക്കെതിരെ US കൊടുത്തിരിക്കുന്നത്, തെളിവുകളുമുണ്ട്. ഇപ്പോൾ ഈ വലിയ മാനനഷ്ട കേസുകളെ സെറ്റിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഹിൻഡൻബർഗിന് വന്നിട്ടുണ്ട്. ഇവരുണ്ടാക്കിയ ലാഭത്തേക്കാൾ കൂടുതൽ പൈസ പല സമയത്തും ഇവർക്ക് കൊടുക്കേണ്ടതും ഇവർ വലിയ സാമ്പത്തിക പ്രശ്നത്തിലൂടെയാണ് ഹിൻഡൻബർഗ് കടന്നു പോകുന്നത്. ഈ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാനാണ് അടുത്ത റിപ്പോർട്ട് ലക്ഷ്യമാക്കിയിട്ട് വന്നിരിക്കുന്നത് അല്ലേ? പിന്നെ ഹിൻഡൻബർഗ് ഓരോ സമയത്തും ടാർഗറ്റ് ചെയ്ത കമ്പനികളെയും ഒക്കെ നോക്കുകയാണെങ്കിൽ ഓവർ വാല്യുവേഷനിൽ നിൽക്കുമ്പോഴാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇന്ത്യൻ കമ്പനികളെല്ലാം ഒരു ഓവർ വാല്യുവേഷനിലാണ് എന്നുള്ളൊരു തോന്നൽ വേൾഡിൽ മൊത്തത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു നെഗറ്റീവ് ന്യൂസ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഓൾറെഡി അവരൊരു ബോംബ് പൊട്ടിച്ച് റിസൾട്ട് ഉണ്ടാക്കിയതാണല്ലോ. വീണ്ടും ഒരു ബോംബ് പൊട്ടിച്ചാൽ എന്തായാലും കുറേ ആൾക്കാർ പാനിക്കാകുകയും മാർക്കറ്റ് ക്രാഷ് കിട്ടുകയും ഷോർട്ട് സെല്ലിങ്ങിൽ നിന്ന് ഹ്യൂജ് ലാഭം ഉണ്ടാക്കാം എന്നുള്ള ഒരു ചെറിയ ഐഡിയയിലായിരിക്കും അവർ ഈ തവണ വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് അദാനി റിക്കവർ ചെയ്ത ആ ഒരു സ്പീഡ് കണ്ടിട്ട് ചിലപ്പോൾ ആളുകൾ അതിനെ അത്ര പരിഗണിക്കാതിരിക്കാനുള്ള സാധ്യത, കാരണം ഇത് തിരിച്ചു വരും. പല ബോംബുകളും പല സമയത്തും ചീറ്റി പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്തവണ ഹിൻഡൻബർഗ് ഇങ്ങനെ ട്വീറ്റ് ചെയ്ത് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ നേരത്തെ പറഞ്ഞോണ്ട് പബ്ലിക്കിന്റെ ഇടയിൽ പാനിക് ഉണ്ടാക്കുക. എനിക്ക് അവരിപ്പോഴേ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പോൾ ഇനി പോസിറ്റീവ് ആയിരിക്കും പറയുന്നത്, സോ ബൈങ് ആയിരിക്കും വരാൻ പോകുന്നത്. അവർ ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനമാണ്, നെഗറ്റീവ് ന്യൂസ് വരുള്ളൂ. ഏത് കമ്പനീനെ ആയിരിക്കും അവർ ടാർഗറ്റ് ചെയ്യുന്നത്? അവർ ഹിൻഡൻബർഗ് വാല്യുവേഷനുള്ള കമ്പനികളാവാൻ സാധ്യതയുണ്ട്. ഇനി അതല്ലാതെ തന്നെ സെബിക്കെതിരെയും ഇന്ത്യൻ ഗവൺമെൻറ്റിനെതിരെയും ഇവർ കോടതിയിൽ ഭയങ്കരമായിട്ടുള്ള അലിഗേഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ അദാനി ഇഷ്യൂവിൽ നമുക്കും അറിയാം, സെബി പലതും കണ്ണടച്ച് വെച്ചിട്ടുണ്ട്, പല റിപ്പോർട്ട്സും പുറത്ത് വിട്ടിട്ടില്ല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. സെബി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു നല്ല ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇതൊന്നും കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ റീഡ് ചെയ്യാം. ഇനി മറിച്ച് നമ്മളൊരു ഓപ്ഷൻ ട്രേഡർ ആണെങ്കിൽ നമ്മൾ സന്തോഷിക്കും, നമുക്ക് പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. വോളറ്റൈലിറ്റി വരുന്നു, മൂവ് ചെയ്യുന്ന മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നു, കാശുണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റർ ആണോ അതോ ട്രേഡർ ആണോ എന്നുള്ളതാണ് മേജർ കാര്യം. ട്രേഡർ ആണെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുക, ഇൻവെസ്റ്റർ ആണെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കുക. ഇത് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അടുത്ത ആഴ്ച വിൽക്കേണ്ട സ്റ്റോക്ക് മേടിച്ച് വെച്ചിരിക്കുന്ന ആൾ ഇതിനെ പുറത്ത് പേടിച്ചാൽ മതിയല്ലോ. അടുത്ത ആഴ്ച വീണ്ടും മേടിക്കാൻ കാശുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മാർക്കറ്റ് താഴെ വരുന്നു, വീണ്ടും മേടിക്കുന്നു, മുകളിൽ പോകുമ്പോൾ ബുക്ക് ചെയ്യുന്നു, കാശുണ്ടാക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഹിൻഡൻബർഗിൽ നിന്നല്ല ആര് വന്നാലും വിപണി അവിടെ തന്നെ ഉണ്ടാകും, സ്റ്റോക്ക് മാർക്കറ്റ് അവിടെ തന്നെ ഉണ്ടാകും, നമുക്കുള്ള അവസരങ്ങളും അവിടെ തന്നെ ഉണ്ടാകും. പക്ഷേ ഹിൻഡൻബർഗിൻ്റെ ഒരു റിസൾട്ട്, അതായത് ഇതെങ്ങനെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കുന്നത് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ഈ ഒരു അദാനി ഇഷ്യൂവിൽ കണ്ടതാണ്. പക്ഷേ ആ ഒരു സമയത്ത് ഒരുപാട് പേർ കൺഫ്യൂഷൻ ആയിരുന്നു, അദാനി വിൽക്കണോ ഹോൾഡ് ചെയ്യണോ അല്ലേ. നമുക്ക് തന്നെ ഒരുപാട് എൻക്വയറി വന്നിരുന്നു. പക്ഷേ നമുക്കതിനെക്കുറിച്ച് ബോധേണ്ട ആവശ്യമേ ഉണ്ടായിട്ടില്ല. നമ്മുടെ ലാഡിൽ അദാനിയുടെ ഒരു സ്റ്റോക്ക് പോലും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. നമ്മുടെ പൊളിറ്റിക്സ് ലെവലിൽ നമ്മൾ ഉന്നയിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ അദാനി ഹിൻഡൻബർഗ് ഇഷ്യൂവിൽ. ഇത് ചൈനീസ് ബിസിനസ്സുകാരെ സ്പോൺസേഡ് ആണ് അദാനി ഇഷ്യൂ എങ്കിൽ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു പ്രശ്നം അദാനി പോർട്ടുകളാണ് കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഉൾപ്പെടെ ഇവർ ഡെവലപ്പ് ചെയ്യുന്ന ഒത്തിരി പോർട്ടുകളുണ്ട്. ഇസ്രായേൽ ഉൾപ്പെടെ ഇവർ ഹൈഫ പോർട്ടൊക്കെ ഇവരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്ത്രപ്രധാനമായിട്ടുള്ള പല ഇമ്പോർട്ടൻ്റ് ഏരിയകളിലും അദാനിക്ക് പോർട്ടുകളുണ്ട്. ഇത് ഇന്ത്യയുടെ ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഇത് ആർക്കാണ് പ്രോബ്ലം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ചൈനീസ് ഗവൺമെൻറ്റിനാണ് ഇതൊക്കെ പോർട്ട്. അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയുള്ള എല്ലാ പോർട്ടുകളും അദാനി കൺട്രോൾ ചെയ്യും. ഇപ്പോൾ ഹൈഫ പോർട്ടിലെ 2 മേജർ ഏരിയ ഇവരാണ് ഡെവലപ്പ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു
അഫ്ഗാനിസ്ഥാനിൽ ഒരു പോർട്ട് അദാനി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിന് പാരലായിട്ട് തന്നെ പാകിസ്ഥാനിൽ ചൈന ഒരു പോർട്ട് ഉണ്ട്. ചൈനയാണ് ആദ്യം പാകിസ്ഥാനിൽ പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ നമ്മൾ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇസ്രായേലിൽ പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചൈനീസ് ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവിന് പാരലായിട്ട് ഇന്ത്യയുടെ ഈ പറയുന്ന സീ ആൻഡ് അപ് ടു യൂറോപ്പ് വരെയും പോകുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ നമ്മൾ തയ്യാറാക്കിയൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന എല്ലാ പോർട്ടുകളും വളരെ ഇമ്പോർട്ടൻ്റ്. ഗുജറാത്തിൽ നിന്ന് ഹൈഫ പോർട്ട് വരെയും, ഹൈഫ പോർട്ടിൽ നിന്ന് യൂറോപ്പ് വരെയും ബൈ റെയിൽ നമ്മളുടെ ഒരു സഞ്ചാരം വരികയാണെങ്കിൽ ഇത് ചൈനയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിനെ തന്നെ ഡ്രോപ്പ് ചെയ്യാൻ അദാനി ഗ്രൂപ്പിനെ ഒന്ന് ഡൗൺ ചെയ്യിപ്പിച്ചാൽ സാധിക്കും എന്നുള്ള ഒരു തോട്ടിൽ ഒരു ചൈനീസ് നുഴഞ്ഞുകയറ്റം ഈ റിപ്പോർട്ടിൻ്റെ പുറകിലുണ്ടെങ്കിലോ ഇന്ത്യനെ വീണ്ടും അറ്റാക്ക് ചെയ്യാനായിട്ട് ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ടുള്ള റിസർച്ചുകൾ ഹിൻഡൻബർഗിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇന്ത്യയുടെ വക്കീൽ അമേരിക്കയിൽ വാദിച്ചത്. അതൊരു പരിധിവരെ കുറേ തെളിവുകൾ നിരത്താനും അവർക്ക് സാധിച്ചിരുന്നു. അപ്പോൾ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ്ലി കാണുമ്പോൾ ഇതിന് അത്ര സീരിയസ് ആയിട്ട് കാണില്ല, മാർക്കറ്റ് വോളറ്റൈലിറ്റി ഉണ്ടാക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചൈനീസ് കൈകൾ ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ ഇന്ത്യ വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണണം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ വീണ്ടും ഇവർ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ നിലയ്ക്ക് നിർത്താനുള്ള പരിപാടികൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സുനിൽ ഇത്രയും ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് പറയുകയാണ്. ഇതെങ്ങനെ ഹിൻബർഗിൻ്റെ ആരെങ്കിലും വന്ന് കാണുകയാണെങ്കിൽ സുനിൽ ഇവിടെ ഒന്ന് തല്ലിയിട്ട് ഞാനിതൊന്നല്ല ഉദ്ദേശിച്ചതെന്ന് പറയാൻ സാധ്യതയുണ്ടെന്ന് വളരെ നന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യും ഇങ്ങനെയൊക്കെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ഇതിൻ്റെ ബിഹൈൻഡ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അല്ലേ? നിങ്ങൾ റിസർച്ച് ചെയ്യുക. ഞാനിത് നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. എല്ലാ സ്ഥലത്തും ചോദിക്കുന്ന ചോദ്യം ഹൂ ആഫ്റ്റർ അദാനിക്ക് ശേഷം ഇവന്മാരുടെ എന്താ തോന്നുന്നത്? ലൈക്ക് ബാങ്കിങ് സെക്ടേഴ്സിനെ ആയിരിക്കോ ഇവർ ഹൈ വാല്യുവേഷനിൽ നിൽക്കുന്ന സെക്ടേഴ്സ് ഏതാണ്? നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ ടാറ്റ തന്നെയാണ് കുറച്ചും കൂടി. ടാറ്റ ഇപ്പോൾ ഭയങ്കര ഹൈ വാല്യുവേഷൻ പിന്നെ കുറച്ച് ബാങ്കിങ് സെക്ടേഴ്സും ഹൈ വാല്യുവേഷൻ ലൈക്ക് ICICI ബാങ്ക്. ബാങ്കിങ് സെക്ടർ മൊത്തത്തിൽ താഴ്ന്ന വാല്യുവേഷനിലാണ്. എന്നാൽ ഇതിൻ്റെ അത് ചില ബാങ്കുകൾ ഭയങ്കര ഹൈ വാല്യുവേഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത അമ്പ് ആർക്കിട്ടായിരിക്കും എന്നുള്ളത് ഇനി ഞാൻ പേഴ്സണലി ഒരു കമ്പനീനെയാണെന്ന് വിചാരിക്കുന്നില്ല. ഞാനിത് ഗവൺമെന്റിന് ഇട്ടിട്ടുള്ള പണിയാണ്. ഗവൺമെന്റ് അദാനി കണക്ഷനിലോ അല്ലെങ്കിൽ ഗവൺമെന്റും ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് ആയിട്ടുള്ള കണക്ഷനിലോ എനർജി സെക്ടേഴ്സിൽ എനർജി സെക്ടറിലൊക്കെ നമുക്കിനി വളരാൻ സാധ്യതയുള്ള സെക്ടേഴ്സാണ്. അവിടെയൊക്കെ വരാണെങ്കിൽ അത് ഓപ്പർച്യൂണിറ്റിയാണ്. തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ സ്റ്റോക്സിനെ അക്യുമുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കേട്ടിട്ട് എല്ലാവരും അയ്യോ ആരെയാണെന്ന് അറിയില്ലല്ലോ, അങ്ങനെ എൻ്റെ പോർട്ട്ഫോളിയോ അങ്ങനെ ക്ലിയർ ചെയ്ത് വെച്ചേക്കാം എന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർ നല്ല മണ്ടന്മാരായിരിക്കും. അങ്ങനെ പറയരുത്. അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിനെ ഒക്കെ ആവാനുള്ള ഒരു ടാർജറ്റ് ഉണ്ട്. നമ്മുടെ ഇത്രയും മ്യൂച്വൽ ഫണ്ട്സിൽ റീറ്റെയിലേഴ്സ് മണി വരുന്നു, മാർക്കറ്റ് മുന്നോട്ട് പോകുന്നു, വാല്യുവേഷൻ ഓൾറെഡി ഹൈ ആണ്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ഉള്ള റിപ്പോർട്ട്സ് വരാം. പക്ഷേ ഇവർ കമ്പനികളെയാണ് കൂടുതൽ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇന്ത്യയിൽ ഇനിയും വന്ന് ഇന്ത്യൻ കമ്പനികളെ ആക്രമിക്കുമോ എന്നുള്ള കാര്യത്തിൽ അതൊരു വലിയ ചോദ്യം. ഒരു കാലത്തും ജീവിക്കാൻ ഇവർ സമ്മതിക്കില്ല അല്ലേ? അല്ല, ഇത് നമ്മൾ വളരുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണെന്നേ. ഇത്ര നാൾ ഇന്ത്യയിലെ വന്ന് ആക്രമിച്ചിട്ടില്ല, എന്തുകൊണ്ട് ഇപ്പോൾ വന്ന് ആക്രമിക്കുന്നു? മോട്ടിവേഷൻ. മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ. തീർച്ചയായിട്ടും റൈറ്റ്. അതായത് ഇന്ത്യ വളരുന്നു, ഇന്ത്യൻ കമ്പനികൾ വളരുന്നു, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നു. ഇവിടെ ന്യൂസ് ഇട്ടാൽ, ഇവിടെ ഷോർട്ട് സെൽ ചെയ്താൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ള ഇന്ത്യയുടെ വളർച്ചയുടെ ഫുൾ എക്സാമ്പിൾ കൂടിയാണിത്. അങ്ങനെ ഇതിനെ നമുക്ക് റീഡ് ചെയ്യാം. നമ്മൾ ഇതിനെതിരെ ശക്തമായിട്ട് എല്ലാ റീറ്റെയിലേഴ്സ് ഒന്നിച്ച് നിന്ന് ഹിൻബർഗിനെ പൊട്ടിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. നമ്മൾ പാനിക് ആവാതിരുന്നാൽ മതി. പണി നോക്കി പോടാ, മുട്ടുസൂചി ഇറങ്ങിയാൽ മതി. എല്ലാവരും വന്നിട്ട് അയ്യോ എന്താ സംഭവിക്കുന്നത്, പണി നോക്കി പോ ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നം. നീ ഒരു പ്രാവശ്യം ഞങ്ങളെ പറ്റിച്ച് ഇനി പറ്റിക്കാൻ വേണ്ടി വരണ്ട അല്ലേ? അങ്ങനെയുള്ള നമ്മൾ ഓവർ റിയാക്ട് ആവാതിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ലെറ്റ്സ് വെയിറ്റ്. അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. എനിക്ക് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യൂ. ആരാണ് അടുത്ത കമ്പനി എന്നുള്ളത് നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് ഏറ്റവും കൂടുതൽ കമന്റ് ഏതാണ് വരുന്നത് നമുക്ക് നോക്കിയിട്ട് നമുക്കൊരു ഡിസിഷൻ. ആരാണ് ശരി ഉത്തരം പറയുന്നത് എന്നുള്ള ആൾക്കാരെ നമുക്ക് തെരഞ്ഞെടുത്തിട്ട് നമുക്കൊരു നല്ല ഗീവ് വേണം. ആരാണ് നല്ല പ്രഡിക്ഷൻ ചെയ്യുന്നത്? അടുത്ത ആഴ്ച എന്തായാലും റിസൾട്ട് വരൂല. എന്തായാലും ഇത് സംഭവിക്കാനുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കിനുള്ളിൽ ആവഴി ഓടുമെന്ന് എനിക്കറിയത്തില്ല. ഇനി ഇന്ത്യക്കാരുടെ നടക്കില്ല. അങ്ങനെ റിപ്പോർട്ട് വന്നു, നിങ്ങൾ കമന്റ് ചെയ്ത് റൈറ്റ് ആൻസേഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് അടിപൊളി ഗീവ്. അതെ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം ആരാണ് ഹിൻബർഗ് ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നുള്ളത്.
നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ കമൻറ്റും ഏറ്റവും കറക്റ്റ് ആൻസറും അറിയുന്നവരിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുത്ത് ഒരു ഗിവ് അവേ ചെയ്യാവുന്നതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്തൊരു പോഡ്കാസ്റ്റിൽ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നതിന് ശേഷം വീണ്ടും ഒരു പോഡ്കാസ്റ്റിൽ കാണാം. അപ്പോൾ ഈ ഒരു സ്മൈൽ ഉണ്ടാവും, എന്താ നമ്മളെല്ലാവരും കരഞ്ഞിരിക്കേണ്ടി വരുമോ അറിയില്ല. വീണ്ടും കാണുന്നവരേക്കും ബൈ.